നമസ്കാരം. സെക്ടർ റൊട്ടേഷനെ കുറിച്ചിട്ട് ഒരു പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ നടത്തുകയുണ്ടായി, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ. അപ്പം അതിൽ എനിക്ക് 75% ആളുകൾക്ക് ഇതെന്താണെന്നുള്ള കാര്യം അറിയില്ല എന്നുള്ള ഒരു ഉത്തരമാണ് കിട്ടിയത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് സെക്ടർ റൊട്ടേഷൻ, എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതെന്തിനു പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റണം, നമുക്ക് അടുത്ത അല്ലെങ്കിൽ ഈ സമയത്ത് ഡൗൺ ടൗൺ ആയിട്ടുള്ള സെക്ടർ ഏതൊക്കെയാണ്, അടുത്തൊരു സമയത്തേക്ക് ഒരു ബുള്ളിഷിലേക്ക് വരാൻ സാധ്യതയുള്ള സെക്ടർ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സ്ട്രാറ്റജി പോലെ നമുക്ക് ഉപയോഗിക്കാം. സെക്ടർ റൊട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ബേസിക്കലി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 4 ടൈപ്പിലുള്ള ആൾക്കാരാണ്. ഒന്ന് പ്രൊമോട്ടേഴ്സ്, എന്ന് വെച്ചാൽ കമ്പനിയുടെ ഓണേഴ്സ് അല്ലേ. അതേപോലെ തന്നെ അവരുടെ അടുത്തായിരിക്കും 50% മാർക്കറ്റ് ഷെയർ ഉണ്ടാവും ഒരു കമ്പനിയുടെ. ദെൻ അഗെയിൻ അടുത്ത ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് FIIs അല്ലെ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അതേപോലെ തന്നെ നെക്സ്റ്റ് പാർട്ടിസിപ്പൻ്റ് ആണ് DIIs, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്. ഇവർ രണ്ടുപേരും എന്താണ്, ഒന്നുകിൽ ഫോറിലുള്ള വലിയ വലിയ ഫണ്ട് ഹൗസസുകൾ, അല്ലെങ്കിൽ വലിയ വലിയ എന്താ പറയുക ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഇവരൊക്കെ അതിനകത്ത് വരും. അതേപോലെ തന്നെ DIIs എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്. ബേസിക്കലി നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു കൊടുക്കുന്ന പൈസ, മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ നേരത്തെ നമ്മുടെ എല്ലാ മാസവും നമ്മൾ കട്ട് ചെയ്യുന്ന പൈസ നമ്മൾ കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ, ആ ഫണ്ട് മാനേജർ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതേപോലത്തെ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളുടെ മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല ഹാൻഡിൽ ചെയ്യുന്നത്, കോടിക്കണക്കിന് വരുന്ന ആൾക്കാരുടെ ഫണ്ടാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് ഒരുമിച്ച് ഒരുപാട് പൈസ ഉണ്ടാകുമ്പോൾ they will fall into a category like DIIs. ഓക്കെ, അപ്പോൾ അവരങ്ങനെ കൂട്ടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് പബ്ലിക്കാണ്. പബ്ലിക്കിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെപ്പോലത്തെ ആൾക്കാർ, ഓക്കെ, ചെറിയ പൈസയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. രണ്ടാമത്തെ കാറ്റഗറി എന്താണ്, പബ്ലിക്കിൽ തന്നെ HNIs, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. അപ്പം ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോൺ ആയിട്ടുള്ള ആൾക്കാരാണ് രാകേഷ് ജുൻജുൻവാല, അതേപോലത്തെ വലിയ വലിയ പൈസ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്ക്, ഓക്കെ, വിജയ് കേഡിയ പോലത്തെ ആളുകൾ, റൈറ്റ്. അപ്പം ഈ HNIs എന്ന് പറയുന്ന ആളുകളും FIIs എന്ന് പറഞ്ഞ ആളുകളും DIIs എന്ന് പറഞ്ഞ ആളുകളും, ഈ 3 പേരുമാണ് മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കാൻ കഴിവുള്ള ആളുകൾ. അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റിൽ റെഡ് കാൻഡിൽസും ഗ്രീൻ കാൻഡിൽസും ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ആളുകളും അതെങ്ങനെ പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആളുകളും ഇവരാണ്. അല്ലാതെ നമ്മളെ പോലത്തെ റീറ്റെയിലേഴ്സ് സ്റ്റോക്കുകൾ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ അവിടെ ഒരു ചലനം പോലും ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അതിന് ഹ്യൂജ് എമൗണ്ടുള്ള പൈസ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ട്രേഡ് ചെയ്യുമ്പോഴാണ് അവിടെ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വരെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷമായി, ഇന്ന് വരെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള സ്ട്രാറ്റജീസ് എല്ലാം ഓപ്പറേറ്റേഴ്സ് ഡ്രിവൺ ആണ്. എന്ന് വെച്ചാൽ ഓപ്പറേറ്റേഴ്സ് ആരാണ്, ഇവരെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ HNIs, DIIs, FIIs ഇവരെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ ഇന്ന് വരെ പരിചയപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഞാൻ നടത്താറുള്ള ആ ടെക്നിക്കൽ അനലൈസിസ്, അതേപോലെ തന്നെ ബിസിനസ് ഫണ്ടമെന്റൽ, ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയുക, ബാക്കിയുള്ള ആ ട്രേഡിലേക്ക് നമ്മൾ പോകുന്നതും ഇതൊക്കെ ആ സ്ട്രാറ്റജീസും ഒക്കെ ഓപ്പറേറ്റേഴ്സ് ഡ്രിവൺ ആയിട്ടുള്ള സ്ട്രാറ്റജികളാണ്, റൈറ്റ്. അതുകൊണ്ടാണ് നമ്മളെപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനലിലുള്ള നമ്മുടെ ഈ റെഗുലേഷൻസ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള വീഡിയോസ് എടുത്ത് നോക്കുക, അവിടെ നമ്മൾ അനലൈസ് ചെയ്ത രീതി നോക്കുക. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മൾ ആ സെക്ടറിന്റെ ബൂമിംഗ് സ്റ്റേജിലല്ല നമ്മൾ വാങ്ങിക്കുന്നത്, മറിച്ച് ഏത് സെക്ടറാണോ താഴെ ഉള്ളത് അവിടെയാണ് നമ്മുടെ എൻട്രി വരിക. പിന്നെ ആ സെക്ടർ പതുക്കെ മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോഫിറ്റും അച്ചീവ് ആകും. ഇങ്ങനെയാണ് എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. സോ കമ്മിങ് ബാക്ക് ടു ദ സെക്ടർ റൊട്ടേഷൻ. അപ്പോൾ ഈ സെക്ടർ റൊട്ടേഷനിൽ ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്യാങ്ങിന് ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, അല്ലെങ്കിൽ ഒരാളാവാം, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റേഴ്സിന് എല്ലാ സെക്ടറിലുള്ള എല്ലാ സ്റ്റോക്കിനെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകാനുള്ള അത്രയും ക്യാഷ് ഇവരെടുത്ത് അവൈലബിൾ അല്ല. കാരണം ഇവര് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് വെറും 4% ഓഫ് അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 4% മാത്രമാണ് അവര് മാർക്കറ്റിൽ ഇതുപോലത്തെ ട്രേഡിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുക. ബാക്കിയുള്ള എന്ന് വെച്ചാൽ ഈ 4% എങ്ങനെ വന്നു, 50% പ്രൊമോട്ടറിന്റെ കയ്യിലാണെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള 50%ൽ പബ്ലിക്കും ഉണ്ട്, FIIs ഉണ്ട്, DIIs ഉണ്ട്, HNIs ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും കൂടിയിട്ടുള്ള പൈസേന്റെ ഒരു 36%ഓളം അവർ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കും. ബാക്കിയുള്ള 4% വെച്ചിട്ടാണ് അവർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. അപ്പൊ ഈ ബാക്കിയുള്ള 4% വെച്ച് അവർ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ അടുത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള പൈസ ഉണ്ടാവുള്ളൂ. 4% എന്ന് പറഞ്ഞാൽ ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ 4% ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പം ഇത്രയും പൈസ, ആ 4% എന്ന് പറയുന്നത് അതും ഒരു വലിയ പൈസ തന്നെയാണ്, അല്ലാതെ ചെറിയ പൈസയല്ല. 10,000 15,000 crore ഒക്കെയാണ് ഒരു ഫണ്ട് മാനേജറിന്റെ കയ്യിലുണ്ടാവുക. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ എല്ലാ മാസം കൊടുക്കുന്ന പൈസയാണ് അത്, പബ്ലിക്കിന്റെ പൈസയാണ്. അവരും അൾട്ടിമേറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഇവരെടുത്ത് പിന്നെ എല്ലാ സെക്ടറുകളിലെ എല്ലാ സ്റ്റോക്കിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് മൂവ് ചെയ്യിക്കാനുള്ള പൈസ അവരെടുത്ത് ഉണ്ടാവില്ല. സോ അവരേത് സ്റ്റോക്കിലാണോ അല്ലെങ്കിൽ അവരേത് സെക്ടറിലാണോ ഉള്ളത്, ആ സെക്ടർ ഒന്നെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സെക്ടേഴ്സ് ആയിരിക്കും, ഒന്നെങ്കിൽ അത് താഴേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ പിന്നെ ക്രാഷ് ഉണ്ടായി ആ സ്റ്റോക്കുകളൊക്കെ താഴേക്ക് വന്നതിന് ശേഷം അവർ ബൈ ചെയ്യാൻ തുടങ്ങുന്ന സമയങ്ങളായിരിക്കും അത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ അവിടെ ഇൻവെസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ പിന്നെ മറ്റുള്ള സെക്ടറിൽ ഏതാണോ മുന്നോട്ട് പോകുന്നത്, ഏതിൽ നിന്നാണോ അവർക്ക് സ്റ്റോക്കുകളെ വിറ്റ് പബ്ലിക്കിന് കൊടുത്തിട്ട് ഇറങ്ങേണ്ടത്, ആ സ്റ്റോക്കുകളായിരിക്കും ഇവർ മേജർലി ഉണ്ടാവുക. ഒന്നെങ്കിൽ മുകളിലേക്ക് പോകുന്നതിലോ അല്ലെങ്കിൽ താഴത്തെ ഉള്ളതിലോ എവിടെ വേണമെങ്കിലും ഓപ്പറേറ്റേഴ്സ് ഉണ്ടാകാം. റൈറ്റ്, ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളെ പോലത്തെ നോർമലായിട്ടുള്ള പിന്നെ ആളുകൾക്ക് സെക്ടർ റൊട്ടേഷൻ എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഇതിനെ മൂവ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടാവണം. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നത്, ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. റൈറ്റ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നെ എക്സാക്ട്ലി എങ്ങനെയാണ് ഈ സെക്ടർ റൊട്ടേഷനിൽ പിന്നെ ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ ലിങ്ക് വരുമ്പോൾ, ഇപ്പൊ ന്യൂസ് വന്നോട്ടെ, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ പോളിസി വന്നോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏത് സെക്ടറാണ് ബേസിക്കലി മൂവ് ചെയ്യാൻ സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ ഏത് സെക്ടറിൽ നിന്നാണ് നമുക്ക് മാറി നിൽക്കേണ്ടത്, ഇതിനെ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാനൊരു ചെറിയൊരു പ്രസന്റേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ബേസിക്കലി ഏത് ന്യൂസാണോ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ ഏത് തരത്തിലുള്ള പോളിസിയാണോ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സെക്ടറിനെ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ഏത് സെക്ടറിലാണ് അവിടെ നിന്ന് ബൂം ചെയ്യാൻ സാധ്യതയുള്ളത്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള സെക്ടറിൽ റൈറ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മാർക്കറ്റിലെ റാലീസും എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ റൈറ്റ് ആയിട്ടുള്ള സമയത്ത് എത്തുക എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നമുക്ക് ന്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ പിന്നെ ചുറ്റുവട്ടത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സെക്ടർ അല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യ യുദ്ധം ചെയ്തു, അപ്പോൾ തന്നെ എല്ലാവരും ഡിഫൻസ് പുറകെ പോകാൻ തുടങ്ങി. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് കേൾക്കാത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സെക്ടർ ഏതാണോ അതിൽ വരുന്ന ടെക്നിക്കൽ പാറ്റേൺസ് ഒക്കെ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ സെക്ടർ മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് അച്ചീവായി നമുക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റും. ഹൈ ഫ്ലൈയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളിൽ ഒരിക്കലും നമ്മൾ കയറി ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ തന്നെ 3 ഇയർ നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ നിൽക്കരുത്. ഓക്കെ, ഇതൊക്കെ ഡോണ്ട് ആണ്, ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. F&Oയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക, ഇൻട്രാഡേ F&Oയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക. പൈസ കളയുന്ന ഒരുപാട് പിന്നെ സാധനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ പോയി പെടാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സെക്ടർ റൊട്ടേഷൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നാൽ തന്നെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ തന്നെ നിങ്ങളുടെ പൈസ പോവാതിരിക്കും F&O ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ, നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഇതല്ലാതെ വേറൊന്നും നമ്മൾ സംസാരിക്കാറുമില്ല. റൈറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. നൗ ഈ ഒരു പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സെക്ടർ റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ അതിലെ മേജർ ആയിട്ടുള്ള 4 പോയിന്റുകളാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും. ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ. അതൊരു കാരണമാണ് സെക്ടർ റൊട്ടേഷൻ ഉണ്ടാവാൻ. നമ്മൾ ഫർദർ ഇനി നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോഴും സെക്ടർ റൊട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ദെൻ എക്സ്പോർട്ട് ഗ്രോത്ത്, ഗവൺമെൻറ്റിൻ്റെ എക്സ്പോർട്ട് ഗ്രോത്തിൻ്റെ കൂടുതലും കുറവും ഉണ്ടാകുമ്പോൾ സെക്ടർ റൊട്ടേഷൻ ഉണ്ടാകും. ദെൻ ഫോർത്ത് ആയിട്ട് ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള സെക്ടർ റൊട്ടേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഇതല്ലാതെ മറ്റു കാരണങ്ങളും ഉണ്ടാകാം. ഞാൻ എപ്പോഴും എന്താ പറയുക, നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ആസ് എ ട്രേഡർ, ആസ് എ ഇൻവെസ്റ്റർ, നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ മേജർ ആയിട്ടുള്ള 4 കാര്യങ്ങൾ. ഇനി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ രണ്ടും ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് കൂടി പോകുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് RBI ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റെപ്പോ റേറ്റ് കുറയ്ക്കുന്നു കൂട്ടുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കുറയ്ക്കുന്നത് എന്തിനാണ്? നമുക്ക് നമ്മുടെ ബോറോവേഴ്സിന്, നമ്മളെ പോലത്തെ നോർമൽ ആയിട്ടുള്ള സിറ്റിസണിന് കുറച്ച് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ബാങ്കിന് ലോൺ കൊടുക്കാൻ പറ്റണം. അപ്പോഴാണ് റെപ്പോ റേറ്റ് കട്ട് ചെയ്യും എന്നുള്ള ന്യൂസൊക്കെ വരുന്നത്. റൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം മാർക്കറ്റിലേക്ക് വരിക. അപ്പോൾ RBIന്റെ ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻസ് ഉണ്ടാകുമ്പോൾ അത് ബാങ്കിന് ഗുണങ്ങൾ കിട്ടും. റൈറ്റ്, കാരണം ബോറോവേഴ്സിന്, ഇപ്പോൾ ബോറോവർ എന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ലോണുകൾ മാത്രമല്ല,
കാർ ലോൺ, അതേപോലെ തന്നെ ബൈക്ക് ലോൺ, അതേപോലെ തന്നെ മറ്റുള്ള പല ടൈപ്പിലുള്ള ലോൺ. ഇപ്പോൾ EMIസിലെല്ലാം നമുക്ക് ഇപ്പോൾ ഒരാൾക്കൊരു ഫ്രിഡ്ജോ TVയോ ആവശ്യമില്ലെങ്കിൽ അവർക്കത് വാങ്ങിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴാണ് അപ്പോൾ ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുക, കാരണം ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പോൾ ബാങ്കിനും ഇൻട്രസ്റ്റ് കുറച്ചിട്ട് മറ്റുള്ളവർക്ക് പൈസ കടം കൊടുക്കാൻ വേണ്ടി പറ്റുന്നു. ബൈ ഡൂയിങ് ദാറ്റ് എക്കണോമിയിൽ കൂടുതൽ സ്പെൻഡിങ് കൂടും, പബ്ലിക്കിൻ്റെ കൂടുതൽ അനാവശ്യമായിട്ടുള്ള പർച്ചേസുകൾ പബ്ലിക് നടത്തും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു AC ആവശ്യമില്ലെങ്കിലും ആ സമയത്ത് വില കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് AC വാങ്ങിക്കും, TV വാങ്ങിക്കും, ഇങ്ങനെ പല പല ടൈപ്പിലുള്ള കാര്യങ്ങൾ വാങ്ങിക്കും, അല്ലേ? കാർ, ഈ കാര്യങ്ങളൊക്കെ കൂടുതലാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പർച്ചേസ് ഒക്കെ കൂടുതൽ നടക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ ഏതൊക്കെ സെക്ടറാണ് RBIൻ്റെ ഈ ഒരു ആക്ഷൻ കൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒബ്വിയസ്ലി ബാങ്കിങ് സെക്ടർ, അല്ലേ? ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ദ ഫണ്ട് ഫോർ ദ ബാങ്ക്സ്. ബേസിക്കലി അതവർക്ക് നല്ലൊരു ഗുണം കിട്ടുന്ന സമയമാണ് ബാങ്കിങ് സെക്ടറിന്. ഇതൊരു ഒന്നാമത്തെ സെക്ടറാണ്. രണ്ടാമത്തെ ഏതാണ്? റിയൽ എസ്റ്റേറ്റ് സെക്ടർ. അപ്പോൾ ബാങ്കിങ്ങിന് ഗുണം കിട്ടുമ്പോൾ ബാങ്കിങ്ങിന് കൂടുതൽ ലോൺ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ലോൺ കൂടുതൽ കൊടുക്കുമ്പോൾ ആളുകൾ കൂടുതൽ ലോൺ വാങ്ങാനും നിർബന്ധിതരാകും. ഇൻട്രസ്റ്റ് റേറ്റ് കുറവിൽ അവർക്ക് ഹോം ലോൺ, കാർ ലോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സോ റിയൽ എസ്റ്റേറ്റ് ഈസ് ദ സെക്കൻഡ് സെക്ടർ വിച്ച് ഇസ് ബെനിഫിറ്റിംഗ് ഫ്രം ദ RBI റെപ്പോ റേറ്റ് റിഡക്ഷൻസ്. ഓക്കെ, അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടർ ഞാൻ എപ്പോഴും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ആളുകൾക്ക് കാർ വാങ്ങാനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വാങ്ങിക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ ഇതിൽ RBIന്റെ റെപ്പോ റേറ്റ് റിഡക്ഷൻസ് കൊണ്ട് ഗുണം കിട്ടുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്, ഓട്ടോമൊബൈൽ. ഇതേ രീതിയിൽ RBI എന്താ പറയുക കണ്ടിന്യൂ ആയിട്ട് റെപ്പോ റേറ്റിനെ കൂട്ടി വെക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഇൻഫ്ലേഷൻ പെരുകാൻ വേണ്ടി തുടങ്ങും, റൈറ്റ്? അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. ബേസിക്കലി അപ്പോൾ എന്താ സംഭവിക്കുക? RBIന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ബാങ്കിനും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കൊടുക്കാൻ ബാങ്ക് ബാധ്യസ്ഥരാകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോൺ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ കുറയും, പബ്ലിക്കിന്റെ സ്പെൻഡിങ് കുറയും. അഗെയിൻ ദിസ് സൈക്കിൾ വിൽ കണ്ടിന്യൂ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. അപ്പോൾ RBIന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന ഒരു ന്യൂസ് വരികയാണെങ്കിൽ നമുക്ക് നേരെ പറയാൻ വേണ്ടി പറ്റും ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്, ഓട്ടോമൊബൈൽ വിൽ എഫക്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ സംസാരിച്ചത്? ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ സെക്ടോറിയൽ ഇമ്പാക്ട് ഉണ്ടാകും, അല്ലെ? ഗ്ലോബൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് കുറയുകയും കൂടുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സെക്ടറിൽ ഇമ്പാക്ട് ഉണ്ടാവും. അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാവുന്ന ഫസ്റ്റ് സെക്ടറാണ് പെയിന്റ് സെക്ടർ. അപ്പോൾ ക്രൂഡ് ഓയിലിന്റെ ബേസിക്കലി പെയിന്റ് സെക്ടർ മുഴുവനും ഏകദേശം 50 തൊട്ട് 60% വരെ ക്രൂഡിന്റെ ബേസിസിലാണ് ഉള്ളത്. ക്രൂഡിന്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ പെയിന്റ് ഇൻഡസ്ട്രിയിൽ അതിന്റെ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഒരു 10% ക്രൂഡിന്റെ പ്രൈസ് കുറയുകയാണെന്നിരിക്കട്ടെ, ഏകദേശം 190 മുതൽ 200 ബേസിസ് പോയിന്റ്സിലാണ് ഗ്രോസ് പ്രോഫിറ്റിൽ മാർജിനിൽ പെയിന്റ് കമ്പനികൾക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓക്കെ, യു ഗെറ്റ് മൈ പോയിന്റ്. അപ്പോൾ ആദ്യത്തെ കാര്യമാണ് പെയിന്റ് ഇൻഡസ്ട്രിയാണ് ക്രൂഡിന്റെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ എഫക്ട് ചെയ്യപ്പെടുന്ന ഇൻഡസ്ട്രി. രണ്ടാമത്തെ ഇൻഡസ്ട്രി ഏതാണ്? ടയർ ഇൻഡസ്ട്രി. അഗെയിൻ ക്രൂഡിന്റെ ബേസിസിലാണ് ഇവരുടെയും പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഫ്ലക്ച്വേഷൻസ് ഇൻ ക്രൂഡ് ഓയിൽ പ്രൈസ് directly affect the production cost and consequently profit margin of the tire industry as well. Now, third industry ഏതാണ്? ഓയിൽ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ, നമ്മുടെ ENP സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ എഫക്റ്റ് നേരെ തിരിച്ചാണ്. ഹയർ ക്രൂഡ് ഓയിൽ പ്രൈസ് എൻഹാൻസ് ദ റവന്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ENP കമ്പനീസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് റിയലൈസേഷൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി അവരുടെ അടുത്ത് ക്രൂഡ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനികൾക്ക് ഓൾറെഡി അവരുടെ അടുത്ത് സ്റ്റോക്ക് ഒരുപാട് ഉണ്ടാവും. ആ ഉള്ള സ്റ്റോക്കിന് ഒരു പ്രൈസ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റിൽ ക്രൂഡിന്റെ പ്രൈസ് കൂടുമ്പോൾ ഈ കമ്പനികൾക്ക് ഓൾറെഡി ഫിക്സ് ചെയ്ത പ്രൈസിനേക്കാളും കൂടുതൽ ലാഭത്തിൽ അതിനെ വിൽക്കാൻ വേണ്ടി അവർക്ക് പറ്റും. അങ്ങനെ അവർക്ക് ഗുണം കിട്ടും, റൈറ്റ്? ഇതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ സെക്ടർ ഏതാണ്? ഓയിൽ റിഫൈനിങ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനീസ്. ഇവിടെ ലോവർ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉണ്ടാകുമ്പോൾ ക്യാൻ ഇംപ്രൂവ് റിഫൈനിങ് മാർജിൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഫോർ ഡൗൺ സ്ട്രീം ഓയിൽ റിഫൈനേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഓയിൽ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ കൈൻഡ് ഓഫ് കമ്പനീസ് ENP സെക്ടറിൽ വരുന്ന കമ്പനിയാണെങ്കിൽ അവർക്ക് ക്രൂഡിന്റെ പ്രൈസ് കൂടുമ്പോൾ ഓയിൽ പ്രൈസ് എൻഹാൻസ് ദ റവന്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദിസ് കമ്പനി. വൈസ വേഴ്സ, ഓയിലിന്റെ പ്രൈസ് കുറയുമ്പോൾ ഓയിൽ റിഫൈനിങ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനീസ് ക്യാൻ ഇംപ്രൂവ് റിഫൈനിങ് മാർജിൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഫോർ ഡൗൺ സ്ട്രീം ഓയിൽ റിഫൈനേഴ്സ്. ദെൻ അഗൈൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യം. പെയിന്റ് ഇൻഡസ്ട്രിക്ക് ഇമ്പാക്ട് ഓഫ് റൈസിംഗ് ക്രൂഡ് പ്രൈസ്, ഇമ്പാക്ട് ഓഫ് ഫാളിംഗ് ക്രൂഡ് പ്രൈസ്,
ഇത് സെക്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ എന്താ പറയുക ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ എഴുതി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സിനാരിയോ ക്രൂഡിൻ്റെ പ്രൈസ് വരുമ്പോൾ ഏത് രീതിയിലാണ് മാർക്കറ്റിൽ ന്യൂസുകൾ വരുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രികളിൽ നിന്ന് മാറി നിൽക്കാനും അതേപോലെ തന്നെ ടൈം ടു ടൈം അതിനകത്ത് എൻട്രി എടുക്കാനും നമുക്ക് പറ്റും. ഈ ഒരു സംഗതി മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു മേജറായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എക്സ്പോർട്ട് ഗ്രോത്ത്. ഗവൺമെൻറ്റിൻ്റെ എക്സ്പോർട്ട് ഗ്രോത്ത് കൂടുമ്പോൾ മേജറായിട്ട് ബെനിഫിഷ്യറി ആവുന്ന ഒരു സെക്ടറാണ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. ഓക്കെ, അപ്പോൾ അതിൽ റീസെൻ്റ് ആയിട്ട് ഡാറ്റ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫാർമ എക്സ്പോർട്സ് റീച്ച് 25.39 ബില്യൺ ഇൻ ഫിനാൻഷ്യൽ ഇയർ 2023 with projection to grow 65 billion by 2030 and 350 billion by 2047. ഇത് നമ്മുടെ നിതി ആയോഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത ഒരു 2047 വരെയുള്ള പ്ലാനിങ് അനുസരിച്ച് മാച്ച് ചെയ്യുന്ന നമ്പേഴ്സും കൂടിയാണ് ഈ 2047 എന്ന നമ്പർ, റൈറ്റ്. രണ്ടാമത്തെ സെക്ടർ ഏതാണ് ബെനിഫിഷ്യറി ആവുന്നത്? IT സെക്ടറാണ്. അപ്പോൾ IT സെക്ടറിൻ്റെ കറണ്ട് ലാൻഡ്സ്കേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IT സെക്ടർ എക്സ്പോർട്ട് സർവീസ് ആണ്. ബേസിക്കലി അവർ പുറത്ത് രാജ്യങ്ങളിൽ കൊടുക്കുന്നത് അവരുടെ സർവീസാണ്, അതൊരു എക്സ്പോർട്ട് സർവീസാണ് ബേസിക്കലി. അപ്പോൾ അത് തന്നെ 205.2 ബില്യൺ ഇൻ ഫിനാൻഷ്യൽ ഇയർ 2024 ആയിക്കഴിഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അക്കൗണ്ടിങ് 54% ആൻഡ് യൂറോപ്പ് അക്കൗണ്ടിങ് 31% ഓഫ് ദ മാർക്കറ്റ് ഷെയർ. ഇതിനകത്ത് ഇപ്പോൾ US ചെറിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ, എന്നാലും അതൊന്നും വലിയ രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. ഇവൻച്വലി ഇന്ത്യ വിൽ ബിക്കം ദ നെക്സ്റ്റ് ചൈന, അല്ലെങ്കിൽ ചൈനേൻ്റെ അടുത്തൊക്കെ എത്താനുള്ള കാര്യങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവർ ഫ്യൂച്ചർ ഈസ് വെരി ഗുഡ്. അടുത്തൊരു 20 years is the golden era for the Indian stock market. Don't forget that. Now, നാലാമത്തെ മേജർ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതേപോലെ തന്നെ കാപ്പെക്സ്. ബേസിക്കലി കാപ്പെക്സ് ആണത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗ്രോത്ത് ഗവൺമെൻറ് കൂടുതൽ ചെയ്യുമ്പോൾ ബേസിക്കലി ഗവൺമെൻറ് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ the Union government's capital expenditure on major infrastructure sector has grown at an average rate of 38.8% from 2020 to FY24. ഇത്രയും വലിയൊരു ജമ്പാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ബജറ്റ് അലൊക്കേഷൻ ഫോർ 2025 അത് നോക്കിക്കഴിഞ്ഞാൽ 11.1 lakh crore എന്താ പറയുക ബജറ്റാണ്. 3.4% ഓഫ് ദ GDP is going to capital expenditure of the government. Supporting to the state, 1.5 lakh crore has been designed to 50-year industry home loan to states. ഇതൊക്കെ ഗവൺമെൻറ് ചെയ്യുന്ന ഇനീഷ്യേറ്റീവ്സ് ആണ്, റൈറ്റ്. അപ്പോൾ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ ഉള്ള ഇനീഷ്യേറ്റീവിൽ എടുക്കുമ്പോൾ ഏതൊക്കെ സെക്ടറാണ് ഗുണം കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 3 മേജർ സെക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടർ ഫോർ ഓബ്വിയസ് റീസൺ, അല്ലേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും. തീർച്ചയായിട്ടും ആ സെക്ടറിൽ വരുന്ന കമ്പനികൾക്ക് ഗുണം കിട്ടും, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് സിമെൻറ്റ് ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ എഗെയിൻ കോറിലേറ്റഡ് ആണ്. ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് കിട്ടുന്ന കമ്പനീസ് ഏതൊക്കെയാണ്? സിമെൻറ്റ് ആൻഡ് സ്റ്റീൽ. ബേസിക്കലി അതില്ലെങ്കിൽ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലേ. അപ്പോൾ അവർക്ക് ഗുണം കിട്ടും, രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പാക്ട് മാനുഫാക്ചറേഴ്സ് ഓഫ് ദ എക്വിപ്മെന്റ്സ് ആൻഡ് മെഷീനറി എക്സ്പീരിയൻസ് ഹയർ ഓർഡർ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. അപ്പോൾ 3 സെക്ടേഴ്സ്. ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് കൂട്ടുമ്പോൾ ബജറ്റിൽ നോക്കുക. ബജറ്റ് എല്ലാ വർഷവും വരുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഗുണം കിട്ടുന്ന സെക്ടേഴ്സാണ് ഇൻഫ്രാസ്ട്രക്ചർ, സിമെൻറ്റ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പോൾ ഇതിൽ വൈസ വേഴ്സ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയുമ്പോൾ തീർച്ചയായിട്ടും ഇതേ സെക്ടർ തന്നെ ആയിരിക്കും എഫക്റ്റഡ് ആവുക. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഗുണം കിട്ടുന്ന സെക്ടേഴ്സാണ് ഓട്ടോ, റിയാലിറ്റി ആൻഡ് ബാങ്കിങ്. അതേപോലെ തന്നെ ക്രൂഡിൻ്റെ പ്രൈസ് കുറയുമ്പോൾ അതിലുകൊണ്ട് ഗുണം കിട്ടുന്ന ഇൻഡസ്ട്രീസാണ് പെയിൻറ്, ടയർ ആൻഡ് ഓട്ടോ സെക്ടർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗ്രോത്ത് കൂടുമ്പോൾ ഗുണം കിട്ടുന്ന സെക്ടേഴ്സാണ് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ സംസാരിച്ചു. സിമെന്റ് ആൻഡ് സ്റ്റീൽ നമ്മൾ സംസാരിച്ചു. റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്സും ഇതുകൊണ്ട് ഗുണമുണ്ടാകും. റെയിൽവേക്കും ഇതുകൊണ്ട് ഗുണമുണ്ടാകും. ഒബ്വിയസ്ലി റോഡുകൾ അതേപോലെ തന്നെ ബാക്കിയുള്ള സിറ്റീസൊക്കെ ഡെവലപ്പ് ആകുമ്പോൾ അവിടെ അങ്ങോട്ടേക്ക് റെയിലും വേണം. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഗുണം കിട്ടും. ദെൻ അഗെയിൻ എയർപോർട്ട് ആൻഡ് അലൈഡ് ഇൻഫ്രാ കമ്പനീസ് ഓൾസോ. എയർപോർട്ടും അതേപോലെ തന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇൻഫ്രാ കമ്പനികളും അവർക്കും ഇതുകൊണ്ട് ഗുണം കിട്ടാറുണ്ട്. എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ കെപെക്സ് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിലേക്കുള്ള ടോപ്പിക്കാണ് ഏത് സെക്ടറാണ് നിഫ്റ്റിനെ ബീറ്റ് ചെയ്യുന്നത്.
ഇതിനെ നമ്മൾക്ക് ട്രേഡിംഗ് വ്യൂ പോലത്തെ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പിന്നെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എന്തൊക്കെയാണ് ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് നമ്മൾ ചെയ്തു വെക്കേണ്ടത് ബേസിക്കലി അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് സെഷനിൽ ഞാൻ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എത്ര പേര് അത് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയില്ല. ആഗ്രഹമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആ വീഡിയോയിലേക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന എന്താണ് ട്രേഡിംഗ് സെറ്റപ്പ്, എന്താണ് അതിൻ്റെ പേര് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു PDF ഡോക്യുമെൻറ്റ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും ടു ബി വെരി സൂൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ ആ ഒരു ടെക്നിക്കൽ സെറ്റപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നമ്മളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്കാണ്, ഓപ്പൺ ലിങ്കാണ്. അപ്പോൾ അവിടെ ആ ഇൻഫർമേഷൻ ഞാൻ അവിടെ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഏറ്റവും വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള NRI ട്രേഡർ മലയാളത്തിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെ മാസ്റ്ററിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻവെസ്റ്റിംഗ് സംബന്ധിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 35-40 അവേഴ്സിൻ്റെ ഒരു ലേണിംഗ് കോണ്ടന്റ് ആണത്. ഞാൻ എല്ലാ മാസവും അതിനകത്ത് പുതിയ കോണ്ടന്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് അവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കണം അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻവെസ്റ്റിംഗുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ആർ വെൽക്കം ടു ജോയിൻ ദ കമ്മ്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ ഫോർ